ലാസ്റ്റത്തെ വീഡിയോയിൽ കമന്റ് വന്നായിരുന്നു ക്യുസാറ്റിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്യുസാറ്റ് ഇനി പഠിച്ചാലും കിട്ടുമോ, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അവർ ചോദിച്ചു. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഇനി പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഇനി ഒരു മാസം കിട്ടും. ഒരു മാസം എന്ന് പറയുമ്പോൾ 30 ദിവസം കൂട്ടാം. 30 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു 3 മണിക്കൂർ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 മണിക്കൂറിന്റെ ഔട്ട്പുട്ട് നിങ്ങളുടെ എക്സാമിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എക്സാമിന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ 90 മണിക്കൂറും കീം ക്വസ്റ്റ്യൻസ് പോലുള്ള എളുപ്പം ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഇനി കീമിന്റെ ഒരു 1000 ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലപ്പോൾ ഇത് കണക്ക് ക്വസ്റ്റ്യൻ എന്താണ്, ഈ പാറ്റേൺ കീമിനില്ല. അപ്പൊ ഇത് നിങ്ങൾ കീം ക്രാഷിന് വരുമ്പോഴത്തേക്കും ചില പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, ഹൈ റാങ്കിലോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി പറയാനുള്ളത്, ഇനി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ എന്തായാലും സൊല്യൂഷൻ കാണിക്കാം. അപ്പൊ അതാണ് ഇനി പറയാനുള്ളത്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്യുസാറ്റിന് ചിലപ്പോൾ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഒരു ക്യുസാറ്റ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, ക്യുസാറ്റിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ക്യുസാറ്റിനകത്ത് സീരീസ് എക്സ്പാൻഷൻ ഇല്ലാത്ത പേപ്പർ കുറവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഒരു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആ ലിമിറ്റ് എന്താണെന്ന് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് 0 ഇതിനെ നമുക്ക് e raised to log of 1 plus x the whole raised to 1 by x minus e plus half ex the whole divided by x square എന്നും പറഞ്ഞ് എഴുതാം. ഇവിടെ ഈ ഒരു വാല്യൂ പവർ ആൻഡ് ഈ പവർ നിങ്ങൾക്ക് പുറത്തെടുത്ത് എഴുതാം. ഇനി ക്യുസാറ്റിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സ്പാൻഷൻ ആണ് log 1 plus x ന്റെ എക്സ്പാൻഷൻ. ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x minus x square divided by 2 plus x cube divided by 3 minus x raised to 4 divided by 4 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഞാൻ ആദ്യത്തെ 3 വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, എല്ലാം വലിച്ചേരി എഴുതുന്നില്ല. ഈ ഒരു വാല്യൂനെ എനിക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 half into e raised to half into limit extends to 0 e raised to half 1 by x into log 1 plus x ന്റെ എക്സ്പാൻഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. x minus x square divided by 2 plus x cube divided by 3 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മൈനസ് ആണ്, ഓട്ടോമാറ്റിക് മൈനസും പ്ലസും വരുന്ന സീരീസ് ആണ്. മൈനസ് ഇ പ്ലസ് ഹാഫ് ഇ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഇവിടെ നോക്കിയാ എല്ലാ സ്ഥലത്തും നമുക്കൊരു 1 by x നെ കോമൺ ആക്കി ക്യാൻസൽ ചെയ്താലേ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 1 by x നെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 1 ആവും, എക്സ് സ്ക്വയർ എക്സ് ആവും, എക്സ് ക്യൂബ് എന്താണ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി അടുത്തത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ, ഇതും ക്യുസാറ്റിനകത്ത് എന്താണ്, ഒന്നെങ്കിൽ ലോഗ് 1 plus x അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ഇല്ലാത്ത പേപ്പർ ഇല്ല. ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus x divided by 1 factorial plus x square divided by 2 factorial plus x cube divided by 3 factorial ഇങ്ങനെ പോകും. ഞാൻ എല്ലാ വാല്യൂ ഒന്നും ചെയ്യുന്നില്ല, ഞാനൊരു 3 ടേം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇ റൈസ് ടു എക്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. അതായത് ഈ ഒരു 1നെ സെപ്പറേറ്റ് ആക്കുമ്പോഴത്തേക്കും ഈ ഒരു ലിമിറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 e into e raised to minus x by 2 plus x square divided by 3 plus minus ഇങ്ങനെ ഇൻഫിനിറ്റ് ടേംസ് പോകുന്നുണ്ട്. ഓക്കെ, മൈനസ് ഇ പ്ലസ് ഹാഫ് ഇ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എന്നിന് നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞതാണ്. ഈ ബേസിനകത്ത് ഇ റേസ് ടു 1 ഇൻറ്റു ഈ ഒരു വാല്യൂവിന് അതേപോലെ തന്നെ എഴുതി, കാരണം അത് സമ്മേഷൻ ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂവിൽ നിന്നും ഇ എ കോമൺ എടുക്കാം. ഞാനൊരു ഇ എ കോമൺ എടുക്കുമ്പോൾ ഈ കോൺസ്റ്റന്റ് ആണ് ഈ പുറത്തു വന്നു ഇവിടെ ഈ പോകുമ്പോൾ 1 വരും, ഇവിടെ ഈ പോകുമ്പോൾ വെറും എക്സ് മാത്രം വരും. ഓക്കെ, ഇനി നമുക്ക് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ കൊടുക്കാം. ഇ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. നോക്കി, ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, 1 പ്ലസ് എക്സിന്റെ പകരം ഈ ഒരു വാല്യൂ അതേ ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ ആയിട്ട് എഴുതണ്ട, പ്ലസ് എക്സ് സ്ക്വയർ ആകുമ്പോൾ മൈനസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 3 മൈനസ് ഈ ടൈമിന്റെ സ്ക്വയർ ഇൻറ്റു 1 by 2 ഫാക്ടോറിയൽ. ഇനി ഇതിന്റെ ക്യൂബ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ് ഡിനോമിനേറ്റർ ഒരു എക്സ് ക്യൂബ് ടേം മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്താണ് ക്യൂബ് ഒരു കാരണം വെച്ചാൽ അത് ക്യാൻസൽ ആയി പോകത്തില്ല. അപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പിന്നെ ഒരു -1 ഉണ്ട്, പിന്നെ ഒരു പ്ലസ് ഹാഫ് എക്സ് ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നോക്കിയ മൈനസ് എക്സ് ബൈ 2
പ്ലസ് എക്സ് ബൈ ടു ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ആയിപ്പോയി, എക്സ് സ്ക്വയർ ഉണ്ട് ഇവിടെ, എക്സ് സ്ക്വയർ ആണ്. ഈ എക്സ് സ്ക്വയർ നോക്കി ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ 0 ആണെങ്കിൽ രണ്ട് പോളിനോമിയലിന്റെ റേഷ്യോ ആണെങ്കിൽ അതിനകത്ത് ലോവസ്റ്റ് ഡിഗ്രി അല്ല സെയിം ഡിഗ്രിയുടെ റേഷ്യോ എടുത്താൽ മതി. അപ്പൊ ലോവസ്റ്റ് ഡിഗ്രി വേറെ ഒന്നും കാണരുത്, അത് ഈക്വൽ ആയിരിക്കണം. അതായത് ഡിനോമിനേറ്ററിന്റെ പോളിനോമിയലും ന്യൂമറേറ്ററിന്റെ പോളിനോമിയലിന്റെ ഡിഗ്രി സെയിം ആണെങ്കിൽ നമുക്ക് എന്താണ് നോക്കി, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ ഡിഗ്രിയാണ് ലോവസ്റ്റ് ഡിഗ്രി, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു സ്ക്വയർ ഡിഗ്രി ആണ്, ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ആണ്, സ്ക്വയർ ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ കോഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻറ്റു നോക്കി ഇവിടുത്തെ കോഷ്യന്റ് 1/3, ഇവിടുത്തെ കോഷ്യന്റ് 1/2 ഫാക്ടോറിയൽ ഉണ്ട്, പിന്നെ പ്ലസ് ആണ് കാരണം എന്താണ് സ്ക്വയർ എടുക്കുന്നുണ്ട്, പ്ലസ് ആണ്. 1/2ന്റെ സ്ക്വയർ 1/4 ആണ്, ഹോൾ ഡിവൈഡ് ബൈ വേറെ ഒന്നുമില്ല, എക്സ് സ്ക്വയർ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കോഷ്യന്റ് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് മനസ്സിലായി നമ്മുടെ ആൻസർ ഇ ഇൻറ്റു 1/3 പ്ലസ് 1/8 ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും ഇ ഇൻറ്റു 11 ഡിവൈഡ് ബൈ 24 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സീരീസ് എക്സ്പാൻഷൻ പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനിയുള്ള സമയത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചുമ്മാ കുറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും, പക്ഷെ പരീക്ഷയ്ക്ക് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഒരു 30 മണിക്കൂർ കിട്ടുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് പുഷ് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ഇതേ ലെവലിലായിരിക്കും, അല്ലെങ്കിൽ ഇതിനെക്കാളും ലെവൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസ് ഒക്കെ വരുന്ന ടേംസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പോളിനോമിയൽ അപ്പൊ നോക്കിയേ ചിലപ്പോൾ വരുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 അല്ലെങ്കിൽ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ദ ഹോൾ റേസ്ഡ് ടു എക്സ്. ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അതെന്താണ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഇതൊന്നും ഒരു കീ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 1/∞ ഫോം, 0/∞ ഫോം, അല്ലെങ്കിൽ 0/0 ആ ഫോംസ് വരുന്നത് പഠിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, ക്വിസായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ PYQ നോക്കി പ്രിപ്പയർ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുന്ന ക്വസ്റ്റ്യൻസ് വരും, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 sin x by x ഡയറക്റ്റ് 1 വരുന്നു, ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പോയിട്ട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കാൻ പറ്റും, നിങ്ങൾ അതനുസരിച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഇനി കാര്യം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള കീ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടത്തില്ല. അല്ല നിങ്ങൾ എന്താണ് അത്യാവശ്യം നല്ല ലെവലാണ് പോകുന്നതെങ്കിൽ പരീക്ഷയ്ക്ക് എന്തായിരിക്കും, പരീക്ഷയുടെ ലെവലിനൊത്ത ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ അത്യാവശ്യം എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ എന്താണ് ഇത് ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ പരീക്ഷ നിങ്ങൾ ഈ ഒരു മാസമായിട്ട് കഴിഞ്ഞിട്ട് ക്യുസാറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇനി പറയാനുള്ളത് നിങ്ങൾ എന്താണ് ക്യുസാറ്റിന്റെ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, അത് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഹൈ വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 30-40 ക്വസ്റ്റ്യൻ മാത്സ് എടുക്കുക എളുപ്പമാണ്. മാത്സിന്റെ ഒരു പ്രത്യേകത പാറ്റേൺസ് ഒരുപാട് റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റഡ് പാറ്റേണും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും വരും, അത് നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്.